ഒരു വോയിസ് റെക്കോർഡ് പുറത്തു വിട്ടു. അത് അവർ സംസാരിക്കുന്നത് ശബ്ദം മാറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതിന്റെ റീസൺ പറയുന്നത് അവർ കൊല്ലപ്പെടുന്ന. അതിനകത്തൊരു ഒത്തന്റിക് അല്ലാത്തൊരു വോയിസ്. ഇതാണ് പ്രശ്നം. അല്ല, ഇതാണ് പ്രശ്നം. അതായത് ഞാനിപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇതിന്റെ ഓതന്റിസിറ്റി ഇല്ലാന്ന് പറയും. മഞ്ജു വാര്യർ എന്നെ ഒരു ഫേക്ക് ഐഡിയിൽ കോൺടാക്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളവ് പറയുകയാണെന്ന് പറയും. ഞാനൊരു വോയിസ് റെക്കോർഡ് പുറത്ത് വിട്ടിട്ട് ഇത് ഇവരുടെ വോയിസ് റെക്കോർഡാണ്, ഇത് ഇവർ ശബ്ദം മാറ്റി സംസാരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അല്ല എന്ന് പറയും. അതല്ല, കാരണം അത് മഞ്ജുവിന്റെ ഓഡിയോ ആണെന്ന് തോന്നിപ്പിക്കില്ല. ഒന്നുമില്ല, അതല്ലേ പ്രശ്നം. അത് ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? സനൽകുമാർ ശശിധരൻ കുറെ കാലമായി മഞ്ജു വാര്യറുടെ പുറകിലാണ്. മഞ്ജു വാര്യർ എനിക്ക് മെസ്സേജ് അയക്കുന്നു, മഞ്ജു വാര്യർ എൻ്റെ അടുത്ത് സംസാരിക്കുന്നു, പക്ഷേ വോയിസ് മാറ്റിയാണ് സംസാരിക്കുന്നത്. അതുപോലെ എൻ്റെ ജീവന് ഭീഷണി ഉണ്ടെന്ന് മഞ്ജു വാര്യർ പറയുന്നു. ഇതെല്ലാം ഈ സനൽകുമാറിനോടാണ് പറയുന്നത്. സനൽകുമാറിന്റെ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ഈ മഞ്ജു വാര്യർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാം, ഇപ്പൊ അതിൽ ഒരുപാട് ഖേദിക്കുന്നതും ഈ മഞ്ജു വാര്യർ തന്നെയായിരിക്കും. അന്ന് മുതൽ മഞ്ജു വാര്യറിന്റെ പുറകിലാണ്. മഞ്ജു വാര്യർക്കും തന്നെ ഇഷ്ടമാണ്, എനിക്കും മഞ്ജു വാര്യറെ ഇഷ്ടമാണ്, ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, ഇതിന് പുറകിൽ ഒരു വലിയ ലോബി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയത്തില്ല. ഇതിനിടയ്ക്ക് കേസൊക്കെ ആയി. ആ കേസിനകത്ത് പിന്നെ പോലീസ് പിടിച്ചോണ്ട് പോയിട്ടും അവിടെയും കിടന്നോണ്ട് ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അവസാനം പോലീസുകാരൊക്കെ നോക്കിയപ്പോൾ ഇതിനകത്ത് ഇത് കുറയുന്ന ലക്ഷണമൊന്നുമില്ല. അപ്പോൾ ഇതെന്തോ അസുഖമാണെന്ന് മനസ്സിലാക്കി അവരും ഇപ്പൊ ഇതിന് പുറകിലും അങ്ങനെ പോകാറില്ല. പക്ഷെ ന്യൂസ് 18 എന്ന് പറഞ്ഞൊരു ചാനലാണ് ഇപ്പൊ ഈ അഭിമുഖം പുറത്തു വിട്ടിരിക്കുന്നത്. ഇതിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മഞ്ജു വാര്യർക്ക് എന്നെ ഇഷ്ടമാണ്, അതുപോലെ മഞ്ജു വാര്യർ എന്നോട് സംസാരിക്കാറുണ്ട്, മഞ്ജു വാര്യറുടെ വോയിസ് എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു വോയിസ് ഒക്കെ വെളിയിൽ വിട്ടായിരുന്നു. സത്യത്തിൽ ആ വോയിസ് കേട്ടാൽ നിങ്ങളൊന്ന് കേട്ട് നോക്കുക. ആ വോയിസ് കേട്ടാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഏതോ മലയാളം അറിയാത്ത ഒരാൾ സംസാരിക്കുന്നു, ഏതോ തമിഴത്തി സംസാരിക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. മഞ്ജു വാര്യറുടെ സൗണ്ടുമായിട്ട് ഒരു ചെറിയ സാമ്യം പോലും ഇല്ല അതിനകത്ത്. അങ്ങനെ തോന്നിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒരു ഓഡിയോ ക്ലിപ്പ് സനൽ അയക്കേണ്ട ആവശ്യം മഞ്ജുവിനുണ്ട്. സനൽ എനിക്ക് അയച്ചതല്ല, ഞങ്ങൾ 2 വർഷം സംസാരിച്ചു. അതായത് 2023 മെയ്യിലാണ് ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നത്. ജൂണിൽ എന്തോ ആണ് വീണ്ടും അവർ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ആ സമയം മുതൽ ഏതാണ്ട് 1.5 വർഷം ഞങ്ങൾ കോൺടാക്റ്റിലാണ്. വോയിസ് വാട്സപ്പിലോ അങ്ങനൊന്നും അയച്ചതൊന്നുമല്ല കേട്ടോ. ഇത് ഫോണിൽ കൂടി സംസാരിച്ചതാണെന്നാ പറയുന്നത്. ഫോണിൽ കൂടി സൗണ്ട് മാറ്റി സംസാരിച്ചതാണ്. അതും മഞ്ജു വാര്യറുടെ നമ്പറിൽ നിന്നല്ല വിളിക്കുന്നത്, വേറെ ആരുടെയോ നമ്പറിൽ നിന്നൊക്കെ വിളിച്ചെന്നൊക്കെയാണ് ഈ പറയുന്നത്. എന്തൊക്കെയോ പൊട്ടത്തരങ്ങളൊക്കെയോ വിളിച്ചു പറയുന്നു. കഴിഞ്ഞ ഒരു 6-7 വർഷം മുന്നേ നമുക്കറിയാം ഇതൊരു ഭയങ്കര ന്യൂസ് ആയിട്ടൊക്കെ വന്നു. അവസാനം മഞ്ജു വാര്യർ കൊണ്ട് കേസ് കൊടുത്തിട്ട് അവസാനം ഈ പുള്ളിയെ പിടിച്ചുകൊണ്ട് അകത്തൊക്കെ ഇടുകയൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പൊ പിന്നെ ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയൊന്നുമല്ല, ഇതൊന്നുമല്ല സത്യം. ഇതാരെ പുള്ളിയെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും മാറിയിരുന്ന് എനിക്ക് തോന്നുന്നു ഈ പുള്ളി ഒരു സിനിമ എടുത്തായിരുന്നു കയറ്റം എന്ന് പറഞ്ഞിട്ട്. അത് ഐഫോണിൽ എങ്ങാണ്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത്. ഐഫോൺ അടക്കം പോലീസ് വിളിച്ചു വെച്ചിരിക്കുക. ഈ കയറ്റം എന്നുള്ള സിനിമയില് ഹിമാലയത്തിൽ എങ്ങാണ്ടാന്ന് തോന്നുന്നു ഇതിന്റെ ഷൂട്ടിംഗ് നടന്നത്. എനിക്ക് തോന്നുന്നു അവിടെ പോയിട്ട് എന്തോ തട്ടുമുട്ടൊക്കെ സംഭവിച്ചതാണെന്ന് തോന്നുന്നു. എന്നിട്ട് എന്തോ പറ്റിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ ഒരു പരസ്പര ബന്ധമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഈ പറയുന്ന മെസ്സേജ് അയക്കുന്നതെന്ന് പറയുന്നത് മഞ്ജു വാര്യർ. അപ്പം അതൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ മാനസിക അസുഖം ഉണ്ടെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നതെന്നൊക്കെയാണ് പുള്ളി ഇവിടുന്ന് വാദിക്കുന്നത്. പക്ഷെ ആ വോയിസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം അത് മഞ്ജു വാര്യർ ഒന്നും അല്ല. പുള്ളിയെ കറക്റ്റായിട്ട് ആരോ ശരിക്കും മുതലെടുത്തിട്ടുണ്ട് മഞ്ജു വാര്യർ പറഞ്ഞിട്ട്. കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം ആദ്യം, അല്ലെങ്കിൽ പുള്ളി ഒരു പൊട്ടനാക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. എന്തായാലും പുള്ളി അതിനകത്ത് വീണു എന്നുള്ളതാണ്. ഞാൻ പറയുന്നു, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് അവരുടെ വോയിസ് റെക്കോർഡ്. ഈ വോയിസ് ഇങ്ങനെ ആവാൻ കാരണം ഇത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സനൽ പറയുന്നതിലല്ലേ വിശ്വാസ്യത. ഈ പുറത്ത് വിട്ട ഓഡിയോയ്ക്കകത്ത് മഞ്ജുവിന്റെ ശബ്ദമല്ല. ഹരി, ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വോയിസ് ഞാൻ പറയുന്നില്ല. അതിനകത്ത് നിങ്ങൾക്ക് സ്പെസിഫിക് പോർഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ അത് മഞ്ജുവിൻ്റെതാണെന്ന് മനസ്സിലാവും. ഓഡിയോ 10 തവണ കൂടുതൽ കേട്ടത് അതിന്റെ സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ കേട്ടതിൽ ഒരു ശബ്ദം പോലും നിങ്ങൾക്ക് സിനിമകൾ കാണുകയും എത്രയോ സിനിമ കാണുന്നതിലല്ല ഇവരുടെ ഒന്നാമത്തെ കാര്യം. മഞ്ജു വാര്യർ എത്രയോ സിനിമയും ലൈവ് പ്രോഗ്രാമും ടെലിവിഷൻ ഷോസും ഒക്കെ കാണുന്ന മലയാളി പ്രേക്ഷകർ പൊട്ടന്മാരല്ലോ. ഈ ശബ്ദം മഞ്ജുവിന്റെ ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഇല്ല കാര്യം. അതിനകത്ത് സ്പെസിഫിക് പോർഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ആണെന്ന് മനസ്സിലാവും. അത് പോട്ടെ, അത് മലയാളി പ്രേക്ഷകർ പൊട്ടന്മാരല്ലോ എന്ന് പറയുന്നുണ്ട്. മഞ്ജു വാര്യരുടെ സൗണ്ട് ഏത് കൊച്ചു പിള്ളേരോട് ചോദിച്ചാലും അവർക്കറിയാം. അതുപോലെ ഇതിന്റെ സ്പെസിഫിക് പോർഷൻ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കൂ, അതിനകത്ത് മഞ്ജു വാര്യരുടെ സൗണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകും എന്നാണ് പറയുന്നത്. പുള്ളിയെ ആരോ ശരിക്കും കുരുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും കുരുക്കിയെന്ന് വെച്ചാൽ മഞ്ജു വാര്യർ ആണെന്ന് പറഞ്ഞ് ബോധിപ്പിക്കുകയും പക്ഷെ അതിന് പുറകിൽ നിന്ന് വേറെ ആരോ പുള്ളിയെ കളിപ്പിക്കാൻ വേണ്ടി ഫോൺ ചെയ്യുകയും ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ പൊട്ടൻ അതിൽ പെട്ടുപോകുന്നുള്ളതാണ്. ഇവൻ മഹാപൊട്ടനാന്നുള്ള കാര്യം നമുക്കിത് കേൾക്കുമ്പോഴേ മനസ്സിലാവും. പലരും പറഞ്ഞു കൊടുക്കും, ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ തന്നെ പറയുന്നുണ്ട്, നീ പറയുന്നത് പൊട്ടത്തരമാണ്, അത് മഞ്ജു വാര്യരുടെ വോയിസ് അല്ല എന്ന് അങ്ങോട്ട് പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അതൊന്നും അല്ല, അത് മഞ്ജു വാര്യറാണെന്ന് ഉറപ്പിച്ചങ്ങ് പറയുക. എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. പുള്ളി മഞ്ജു വാര്യരുടെ വോയിസ് ആണെന്ന് പറഞ്ഞല്ലോ, ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ എന്ത് ചെയ്യും? അറിയാൻ പറ്റില്ല എന്ത് ചെയ്യണം. നീ ഒന്നും ചെയ്യണ്ട സനൽ, ഞാൻ ചെത്തു പോവാം. ഓക്കെ, നിനക്ക് റിസൾട്ട് വരും.
നിങ്ങൾ ഈ തുടക്കം പോലെ കേട്ടോ ഞാനിപ്പോ കേൾപ്പിച്ചൊരു പോഷൻ ഉണ്ടല്ലോ, അതൊന്നും കൂടെ വേണമെങ്കിൽ കേട്ടോ. അതൊരു തമിഴത്തിയാണ്. അത് മഞ്ജു വാര്യരുടെ സൗണ്ട് പാട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഇവൻ എങ്ങനെയാ ഇത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഇത് മഞ്ജു വാര്യറാണ് ഇവൻ പറഞ്ഞു നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഈ പലതിനെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവാത്ത ഒരാളെ കണ്ടിട്ടില്ല. പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി പറഞ്ഞു കൊടുത്തു, അറിയാവുന്നവരെല്ലാം പറഞ്ഞു കൊടുത്തു. എടാ നിന്നെ കളിപ്പിക്കുമോ, ഇത് മഞ്ജു വാര്യർ അല്ലെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇപ്പം ആ ന്യൂസ് ചാനലിൽ ഇരിക്കുന്ന ആ പുള്ളി തന്നെ പറയുന്നുണ്ട്, ഞങ്ങളൊരു 10 പ്രാവശ്യം ഇത് കേട്ടു. അവർക്കൊരു ന്യൂസ് കിട്ടുമ്പോൾ അവർ ശ്രദ്ധിക്കുമല്ലോ, ഏതെങ്കിലും ഒരു പോർഷൻ ഇട്ട് പിടിക്കാന്ന് വെച്ചെങ്കിൽ അവർ നോക്കി. എന്നിട്ട് പോലും ഇടയോ അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് അങ്ങനെ ഒന്നുമല്ല, ഒരു സ്പെഷ്യൽ പോർഷൻ മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് മഞ്ജു വാര്യർ ആണെന്നാണ് പറയുന്നത്. ഓ എന്റെ പൊന്നോ. അതെന്തിന് നീ ചത്തിട്ട് എന്റെ കേസ് ക്ലോസ് ആവുന്നതിന്? നീ ചാവണ്ട, നീ മര്യാദക്ക് ജീവിക്ക്, നിന്റെ ഇഷ്ടം പോലെ ജീവിക്ക്. എനിക്ക് ഒരു പ്രശ്നമില്ല, നീ നന്നായിട്ട് ജീവിക്കും, നീ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാന് ഒരു ഒറ്റ കാര്യം ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ നിന്റെ വക്കീലിനെ വിളിച്ച് സംസാരിക്കാം. എന്നിട്ട് നീ ആ വക്കീലുമായിട്ട് സംസാരിച്ചിട്ട് ഒരു വീഡിയോ കോളിലോ എന്തെങ്കിലും വിളിച്ചിട്ട് ഞാൻ നിന്നോട് സംസാരിക്കാം. അപ്പൊ നീ പറയാം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മ്യൂച്വലായിട്ട് സംസാരിച്ചിട്ട് ഓക്കെ അത് തീർക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ കോംപ്രമൈസ് പെറ്റീഷൻ ഫയൽ ചെയ്യാം. എന്നിട്ട് പിന്നെ മൂവ് ചെയ്യാം. അതല്ലാതെ ആ കേസ് എങ്ങനെ അത് ഇട്ടുകൊണ്ട് ഞാൻ സിനിമ ചെയ്യണമെന്നാണ് നീ പറയുന്നത്? എന്ത് എനക്കറിഞ്ഞൂടാ എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് വോയിസിൽ നിൽക്കുന്ന ആള് കരയാൻ പോകുന്ന പോലൊക്കെ വരുന്നുണ്ട്. കാരണം ഈ അപ്പുറത്ത് വോയിസിൽ പറയുന്ന ആ പെൺകുട്ടിയും ഈ കേസ് ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് അതും പേടിച്ചിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും ഈ ചിലപ്പോ ഈ അന്വേഷണം കറങ്ങി തിരിഞ്ഞ് ഇനി എന്റെ ദേഹത്തേക്ക് വരുമോ എന്നുള്ളൊരു പേടി എനിക്ക് ആ വോയിസിൽ തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് മഞ്ജു വാര്യർ അല്ല, മഞ്ജു വാര്യർ ആണെന്ന് ഈ പുള്ളിയെ ധരിപ്പിച്ച ആ പെൺകുട്ടിക്ക് ശരിക്കും പേടി അടിച്ചിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇത് കറങ്ങിത്തിരിഞ്ഞ് പോലീസ് അന്വേഷണവും സൈബർ അന്വേഷണവും ഒക്കെ വന്നു കഴിയുമ്പോൾ ശരിക്കും ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഇത് കറങ്ങിത്തിരിഞ്ഞ് ഈ പുള്ളിക്കാരുടെ അടുത്തോട്ടല്ലേ പോകത്തുള്ളൂ. വീഡിയോ കോളിൽ വരാൻ സമ്മതിക്കൂലേ? നീ എന്തോ അഡൽട്ട് അല്ലേ? വീഡിയോ കോളിൽ വരാൻ സമ്മതിക്കില്ല, നടക്കത്തില്ല എന്നാണ് പറയുന്നത്. വെച്ചാൽ വീഡിയോ കോളിൽ വന്നാലല്ലേ ഇത് മഞ്ജു വാര്യർ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ആയിരിക്കും പുള്ളി വീഡിയോ കോളിന്റെ കാര്യമൊക്കെ ചോദിക്കുന്നത്. പക്ഷെ ഈ അപ്പുറത്ത് നിൽക്കുന്ന ആള് ഞാൻ വീഡിയോ കോളിൽ വരില്ല എന്നാണ് പറയുന്നത്. അപ്പോഴേ മനസ്സിലാക്കേണ്ട അയാളെ പൊട്ടാ നിന്നെ കളിപ്പിക്കുന്ന ആരോ ആണെന്നുള്ളത്. അല്ലെങ്കിൽ തന്നെ ഈ വോയിസ് മാറ്റി സംസാരിക്കുമ്പം തന്നെ മനസ്സിലാക്കണ്ടേ എന്നെ ആരോ കളിപ്പിക്കുകയാണെന്നുള്ളത്. അതുപോലും മനസ്സിലാക്കാനുള്ള ബോധം ഇവനില്ലേ, ഈ പുള്ളിക്ക് ഇല്ലേ? ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക. So you keep saying everything you want to. എന്തായാലും ഈ ഞാൻ ട്രസ്റ്റ് ഇല്ലെങ്കിൽ എനിക്ക് വിളിക്കാൻ എന്തിനാ? why will I do it? അല്ല നീ അങ്ങനെ ട്രസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല മഞ്ജു. നീ ഇപ്പൊ 2 വർഷമായിട്ട് നീ ചെയ്യുന്ന കാര്യം ശരിയല്ലല്ലോ. ഞാൻ നിക്കൂ ഞാൻ പറയട്ടെ. വെയിറ്റ് ഇത്രയും നേരം നീ പറഞ്ഞു. ഞാൻ പറയട്ടെ. ഇല്ല ഞാൻ പറഞ്ഞില്ല, പറഞ്ഞിട്ടില്ല. 2 വർഷമായിട്ട് ഫോണിൽ കൂടെ സംസാരം ഉണ്ടെന്നാണ് ഈ പറയുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഈ 2 വർഷവും ഇവര് നേരിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല, എല്ലാം ഫോൺ വഴിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, നേരിട്ട് ഇങ്ങനെയുള്ള ഇഷ്ടത്തിന്റെ കാര്യങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും സംസാരിച്ചിട്ടില്ല, ഫോണിൽ കൂടെ മാത്രമാണ്. അപ്പോഴെങ്കിലും ഇവനവിടെ നേരിട്ട് പോലും നിന്നെ കണ്ട് സംസാരിക്കുന്നില്ല ഇങ്ങനെയുള്ള വിഷയങ്ങൾ. അപ്പൊ നിന്നോടത്ത് ഫോണിൽ കൂടാണ് ഇതെല്ലാം പറയുന്നത്, അതും വോയിസ് ചേഞ്ച് ചെയ്തിട്ട്. ഇനി നിനക്ക് ഏത് രീതിയിൽ പറഞ്ഞു തരണം മനസ്സിലാകുന്നത് പോലെ ഇത് മഞ്ജു വാര്യർ അല്ല എന്ന്. ഇത്ര ഞാൻ നീ പറയും പോലെ മോശത്തിൽ കോണസ്റ്റ് ഞാൻ വീണ്ടും എന്റെ ഫോണിൽ എന്തിനാ വിളിക്കണം? when I know the possibility of ruining me is high, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നോടാ? എന്തിനാടാ ചെയ്യണം? അത് കുറച്ച് ആലോചിച്ച് നോക്കടാ. ഞാൻ എത്ര ദൂരം കോണസ്റ്റും തീര സ്ത്രീ ആയാലും ഏത് തേങ്ങ ആയാലും മോശமான സ്ത്രീ ആയാലും because you know that I love you. No, yes, no, that is not. That is you're taking it for granted, man. No, yes. No, I am not. The reverse is true. That is the only fucking reason I trust you, because the reverse is fucking true. മനസ്സിലായോ? ശരി പറ, നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് പറ. That is the only fucking reason. ട്രസ്റ്റ് ചെയ്തിട്ട് നീ മനസ്സ് തുറന്ന് സംസാരിക്കാം. പറയുമ്പോ
in spite of knowing that you are capable of doing unethical things, you are capable of recording എന്ന് മനസ്സിലായി. അതിനുശേഷം ഞാൻ എന്നെ വിളിച്ചു. Because the reverse is true. അത്ര തന്നെ. I don't want to go on record. I don't know if you're still recording. നിങ്ങൾക്ക് കേട്ടിട്ട് എന്ത് മനസ്സിലായി? ഇത് ആരുടെ വോയിസ് ആയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഇത് മഞ്ജു വാര്യരുടെ വോയിസ് ആയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് ഏതോ ഒരു തമിഴത്തി എങ്ങാണ്ട. തമിഴത്തിയാണ്, അല്ല തെലുങ്കത്തി ഒന്നുമല്ല. ഇതൊരു തമിഴത്തി തന്നെയാണ്. ഈ ഇംഗ്ലീഷ് കൂടെ മിക്സ് ചെയ്തൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഏകദേശം അതൊരു തമിഴത്തിയാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇത് കയ്യിൽ നമുക്ക് മഞ്ജു വാര്യർ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഈ പുള്ളിയെടുത്ത് ആര് പറഞ്ഞ് മനസ്സിലാക്കും ഇത് മഞ്ജു വാര്യർ അല്ല എന്ന്? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അത് മഞ്ജു വാര്യരുടെ സൗണ്ട് ആണെന്നുള്ളത്? ഇത് കളിപ്പീരാണ് എന്ന് എന്താണ് ഈ പുള്ളിക്ക് മനസ്സിലാവാത്തത്? അപ്പൊ പുള്ളിക്ക് എന്തോ മഞ്ജു വാര്യരോടുള്ള ഇഷ്ടം കൂടി എങ്ങാണ്ട് പ്രശ്നമായതാണ്. മഞ്ജു വാര്യരോട് എന്തെങ്കിലും പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നിയിരിക്കാം. ഇപ്പൊ ഒരുമിച്ച് ഷൂട്ടിങ്ങിനൊക്കെ നടന്നതല്ലേ. അപ്പം ഈ പുള്ളി തെറ്റിദ്ധരിച്ചിരിക്കാം. ഈ മഞ്ജു വാര്യർ ചിലപ്പം സോഷ്യലായിട്ട് ഇടപെടുന്ന ആളായിരിക്കാം. ചിലപ്പോൾ എന്തുകൊണ്ടോ ഒന്നുമില്ലെന്ന് ചോദിച്ചിരിക്കാം. ഇതെല്ലാം കേട്ടപ്പോഴത്തേക്ക് പുള്ളി വിചാരിച്ചു കാണും അപ്പൊ എന്നോടെന്തോ താല്പര്യം ഉണ്ടെന്നുള്ളത്. അന്ന് മുതൽ ആരോ ഇത് മനസ്സിലാക്കിയിട്ട്, എനിക്ക് തോന്നുന്നു അന്ന് മുതൽ ഇത് ആരോ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇവരുടെ കൂടെയുള്ള ഏതോ ഒരു ടീം മനസ്സിലാക്കി പുള്ളിക്ക് ഈ 8ന്റെ പണി കൊടുത്തതാണ്. ആ പണിയിൽ പുള്ളി വീണു എന്നുള്ളതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നുള്ളത് കമന്റ് ചെയ്യുക. മാസം കഴിഞ്ഞിട്ട് ഞാൻ ഫേസ്ബുക്കിലേക്ക് മടങ്ങി വന്നപ്പോൾ ഒരു ID വഴി, അവരുടെ ID-യിലല്ല വേറെ ID വഴി എന്നെ കോൺടാക്ട് ചെയ്തു മഞ്ജു വാര്യർ. എന്നിട്ട് ഭയങ്കരമായിട്ട് കരയാണ് അവർ. മഞ്ജു കോൺടാക്ട് ചെയ്തു? യെസ്. ഓക്കെ. അവർ ഭയങ്കരമായിട്ട് കരയാണ്. അപ്പം ഞാൻ പറയുന്നു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒന്നുകിൽ ഇത് നിങ്ങൾ ഇതിനകത്ത് അറിയില്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പറയൂ, പബ്ലിക്കിനോട് പറയൂ. അവർ അതൊന്നും പറയാൻ താല്പര്യമില്ല, അവർ അതിനുള്ള ഇതില്ല. അവർ പറയുന്നു നിൻ്റെ ലൈഫിൽ ഇനി വേറെ ആൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ റൊമാൻറ്റിക്കായിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഈ നാടകത്തിൽ താല്പര്യമില്ല. ഞാനൊരു 2-3 മാസം ഞങ്ങൾ അങ്ങനെ സംസാരിച്ചെന്ന് തോന്നുന്നു. ഞാൻ ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്തു, ആ സംസാരമേ കട്ട് ചെയ്തു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി. ഇവരിങ്ങനെ വിളിക്കുന്നു, കരയുന്നു. വളരെ ഇത് നടക്കുന്ന വർഷം 2022 സെപ്റ്റംബറിലോ മറ്റോ ആണ് ഇത് നടക്കുന്നത്. സെപ്റ്റംബറിലോ ഒക്ടോബറിലോ നവംബറിലോ എന്താണ് ഇവർ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. പിന്നീട് മഞ്ജു വാര്യർക്ക് വേറെ ആരെയും വിളിച്ച് കരയാനൊന്നും കണ്ടില്ലായിരുന്നു. മഞ്ജു വാര്യർ വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നത് മൊത്തം പുള്ളിയെടുത്തായിരുന്നു, കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോഴാണെങ്കിൽ ഇവൻ ആ വോയിസ് ശ്രദ്ധിക്കണ്ടേ? ഈ അല്ലെങ്കിൽ നീ റിയൽ വോയിസിൽ ഒന്ന് സംസാരിക്കേണ്ടെടുക്കേ എന്ന് പറയണ്ടേ? ഇത് റിയൽ വോയിസിൽ പുള്ളിയും കേട്ടിട്ടില്ല. മഞ്ജു വാര്യർ മിക്കവാറും ഈ പുള്ളി പറയുന്ന മഞ്ജു വാര്യർ ഫോണിൽ കൂടി വോയിസ് മാറ്റി സംസാരിക്കുന്ന മഞ്ജു വാര്യറാണ്. അതേത് മഞ്ജു വാര്യർ നമുക്കറിയത്തില്ല. പുള്ളിയുടെ സംസാരത്തിൽ പുള്ളി തന്നെ പറയുന്നുണ്ട് പുള്ളി എപ്പോഴും വോയിസ് മാറ്റിയാണ് സംസാരിക്കാറ് എന്നുള്ളത്, ഇങ്ങനെയാണ് സംസാരിക്കാറെന്നുള്ളത്. അപ്പൊ തന്നെ മനസ്സിലാക്കണ്ടേ ഇത് നിന്നെ ആരെ കളിപ്പിച്ചോണ്ടിരിക്കുക എന്നുള്ളത്. കോൺടാക്ട് ചെയ്ത് സംസാരിക്കുന്നത്. അതിനുശേഷം ഞാൻ അമേരിക്കയിലേക്ക് പോയി. കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ കരുതി ഈ എൻ്റെ കേസ് ഏതെങ്കിലും ഒരു കരയിലെത്തും, അതിനകത്ത് അവരന്വേഷണം നടക്കും, ഇതെല്ലാം കളവാണെന്ന് മനസ്സിലാവും, ഇത് തീരും. പക്ഷെ അത് നടക്കുന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര ചേസിങ് ഇടപെടുകയാണ്. അതായത് ഈ പോലീസ് കേസ് കൊടുക്കുന്ന മഞ്ജു, ആ പോലീസ് എളമക്കര പോലീസ് ഉൾപ്പെടെ താങ്കളോട് പറയുന്നു ഇനി ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതെ. അത് കഴിഞ്ഞിട്ടാണ് മഞ്ജു താങ്കളെ കോൺടാക്ട് ചെയ്യുന്നതായിട്ട് താങ്കൾ പറയുന്നത്. അതെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രയും കേസ് പോകുന്ന ആളുടെ അടുത്ത് താങ്കൾ പിന്നെ എങ്ങനെ സംസാരിക്കാൻ തോന്നുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഇവരല്ല കേസ് കൊടുത്തതെന്നാണ് എനിക്ക് ആദ്യം മുതലേ ഉള്ള. കാരണം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നേ. എനിക്ക് ഈ സ്ത്രീ അറിയാം. ഇവരൊരു സ്ട്രേഞ്ചർ അല്ല എന്നെ സംബന്ധിച്ച്. ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മഞ്ജു വാര്യർ കേസ് കൊടുത്തു. മഞ്ജു വാര്യർ കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് മഞ്ജു വാര്യർക്ക് പിന്നെ ഇതിന്റെ കേസൊന്നും പുറകെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതൊരു മാനസിക രോഗമാണെന്ന് വല്ല മഞ്ജു വാര്യർ വിചാരിച്ചു കാണും. എന്നാൽ ഇനി ശല്യം ചേരുന്ന് പറഞ്ഞ് പോലീസ് എന്തോ ചെയ്തു, അവിടുന്ന് പറഞ്ഞു വിട്ടു, നീ ഇനി പോയി ശല്യം ഒന്നും ഉണ്ടാക്കരുത്, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു വിട്ടു. പക്ഷെ അതിനുശേഷവും മഞ്ജു വാര്യർ പുള്ളിയെ കോൺടാക്ട് ചെയ്തെന്നാ പറയുന്നത്. കാരണം മഞ്ജു വാര്യർ അങ്ങനെ ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഒരാൾ ചെയ്യുമോ? മഞ്ജു വാര്യർ നല്ല ബുദ്ധിയുള്ള ആരും ചെയ്യത്തില്ല. അങ്ങനെ ആണെങ്കിൽ തന്നെ അതെങ്കിലും ഇവന് മനസ്സിലാക്കണ്ടേ? പിന്നെ പുള്ളി പറയുന്നത് തനിക്കെതിരെ കേസ് കൊടുത്ത് മഞ്ജു വാര്യർ അല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പിന്നെ വേറെ ആരാ നോക്കാം? 2018 മുതൽ 2018 ഇവർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടാണ് ഞങ്ങൾ കോൺടാക്ട് ആവുന്നത്. ഞാൻ സെക്സി ദുർഗ എന്ന് പറയുന്ന സിനിമ കാണണമെന്ന് പറഞ്ഞിട്ട്. അന്ന് മുതൽ 2022 ഈ സംഭവം നടക്കുന്നത് വരെ ഞങ്ങൾ പലപ്പോഴായിട്ട് സംസാരിക്കുന്നത് ഇവരല്ല എന്നാണ് ഞാൻ എൻ്റെ ഇത്. അങ്ങനെയാണെങ്കിൽ ആരാ? എനിക്കറിയില്ല. അതാ ഞാൻ പറയുന്നത്. ചോദിക്കാമല്ലോ, ഇങ്ങനെ മഞ്ജുവിന്റെ പേരിൽ ഒരു പരാതി വന്നിട്ടുണ്ട്. ആര് പറയും? മഞ്ജുവിനോട് ഞാൻ ചോദിച്ച കാര്യമല്ല ഞാൻ പറയുന്നത്. മഞ്ജുവിനോട് ചോദിക്കുമ്പോഴാണ് പറയുന്നത് എനിക്കറിയില്ല എന്ന് പറയുന്നത്. ഞാനല്ല ചെയ്തിട്ടുള്ളതെന്ന് മഞ്ജു പറയുന്നത്. അത് തന്നെ, ആ മഞ്ജു അല്ല ചെയ്തത്, ഈ മഞ്ജു വാര്യറാ ചെയ്തത്. ആ മഞ്ജുവിനോടാ ചോദിക്കുന്നത്, ഏതാ ഡ്യൂപ്ലിക്കേറ്റ് മഞ്ജു വാര്യരോടാ ചോദിക്കുന്നത് നീയാണോ കേസ് കൊടുത്തതെന്ന്. അപ്പൊ അവര് പറയും ഞാൻ കേസൊന്നും കൊടുത്തിട്ടില്ലെന്ന്. പക്ഷെ ഒറിജിനൽ മഞ്ജു വാര്യറാണ് ഇവിടെ കേസ് കൊടുത്തത്. ഒറിജിനൽ കൊടുത്തു, ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തിട്ടില്ല. അത്രേ ഉള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ ഇത് കുറെ ചിരിക്കാനുണ്ട് കേട്ടോ. ഇത് ആലോചിച്ച് ഓർത്തോർത്തിരുന്ന് ചിരിക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലേ 2022 ഒക്ടോബറിലോ സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആണെന്നൊന്നും ഇവരെന്നെ കോൺടാക്ട് ചെയ്യുന്നത്.
അപ്പോഴും ഇവർ പറയുന്നത് ഈ കേസിനെ പറ്റി അവർക്ക് അറിയില്ല, അവരല്ല ചെയ്തിരിക്കുന്നത്. പിന്നെ താങ്കൾ എന്തിനാണ് യു എസിലോട്ട് പോകുന്നത്? എനിക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ചേസിംഗ് ഉണ്ട്. അപ്പോഴും പറയുന്നത് അവരല്ല ഈ കേസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. ആ മഞ്ജു വാര്യർ അല്ല ഈ കേസ് കൊടുത്തിരിക്കുന്നത്, ഒറിജിനൽ മഞ്ജു വാര്യർ ആണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി എത്ര പറഞ്ഞാലും ഈ പുള്ളിയുടെ തലയ്ക്ക് കയറും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നിൽ അല്ലെങ്കിൽ പിന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണം, നല്ലൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ട് നീ ഇങ്ങനെ ആണ് സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ മനസ്സിലാക്കണം. എന്നാലേ പുള്ളിക്ക് ഏകദേശം കത്തത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി പറഞ്ഞ കുറെ കാര്യങ്ങൾ നമുക്ക് മിസ്മാച്ചിങ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ജു വാര്യർ കേസ് കൊടുക്കുന്നു, കേസ് കൊടുത്തതിന് ശേഷം മഞ്ജു വാര്യർ തന്നെ അന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വിളിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരിക്കലും അങ്ങനെ നടക്കത്തില്ല. അപ്പം ഈ കേസ് കൊടുത്ത ആരാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഞങ്ങളെ തമ്മിൽ ജീവിക്കാൻ പറ്റത്തില്ല. മഞ്ജു വാര്യർ എനിക്കും ഇഷ്ടമാണ്, മഞ്ജു വാര്യർക്ക് എന്നെ ഇഷ്ടമാണ്. ഇപ്പോഴും അതൊക്കെ തന്നെയാണ് പറയുന്നത്. ഈ മനുഷ്യനൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇത്രയും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരുമോ? എടാ, നമ്മളെ ഒരാൾ കളിപ്പിക്കുന്നുണ്ടെന്ന് നമുക്കൊരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് അത് അന്വേഷിക്കത്തില്ലയോ? അപ്പൊ ഓക്കെ, ഈ പുള്ളിയെ പറയുന്നു എന്നെ ഇങ്ങനെ കോൺടാക്ട് ചെയ്യുന്നു പറയുന്നില്ല. അപ്പൊ ഈ കോൺടാക്ട് ചെയ്യുന്ന ആളെ അന്വേഷിച്ചെങ്കിലും ഇറങ്ങണ്ടേ പുള്ളി? അത് ചെയ്യുന്നില്ല. ഇപ്പോഴും മഞ്ജു വാര്യർ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുക. ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നത് പുള്ളിക്ക് എന്തോ മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ചുരുക്കത്തില് പുള്ളി വേറെ ഏതോ ലോകത്താണ് ജീവിക്കുന്നത്. അപ്പം പുള്ളിയെ ശരിക്കും ഒരു കൗൺസിലിംഗ് ആണ് നടത്തേണ്ടത്. ഇനിയിപ്പോ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇനിയും വരുവാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പുള്ളിയെ വെച്ച് ഒരു ഡ്രാമ കളിക്കാനോ അല്ലെങ്കിൽ പുള്ളിയെ വെച്ച് ഇനിയിപ്പോ ന്യൂസ് ഉണ്ടാക്കാനോ ഒന്നും നടക്കാതെ ഇനി അതിനൊരു കൗൺസിലിംഗിന്റെ ആവശ്യത്തിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയാൽ പോയി, മരുന്നൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പം രക്ഷപ്പെട്ടേക്കാം. പക്ഷെ ആ വോയിസ് നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ആൻകർ തന്നെ ചോദിക്കുന്നുണ്ട്, ഇതൊന്നും അതിനൊരു തെളിവേ അല്ല, പുള്ളി വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. മഞ്ജു വാര്യർ പക്ഷെ നേരിട്ട് ഇതുവരെയും പുള്ളിയോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയോ ഇടപെടുകയും ചെയ്യില്ല. അതിന്റെ കാരണം ചോദിച്ചാൽ പറയുന്നത് മഞ്ജു വാര്യറെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ തിരിയാൻ വിടുന്നില്ല, ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ തിരിയാൻ വിടുന്നില്ല, മഞ്ജു വാര്യർ വേറൊരു ലൂപ്പിലാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി പറയുന്നത്. ഫോണിൽ കൂടെ മാത്രമേ ഉള്ളൂ കണക്ഷൻ. ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാവും, ആ വോയിസ് കേട്ടാലും മനസ്സിലാവും അത് കോടമ്പക്കം, ഈ പറഞ്ഞ പോലെ കോടമ്പക്കം മഞ്ജു വാര്യർ ആയിരിക്കാം മിക്കവാറും. ഇത് ഒറിജിനൽ മഞ്ജു വാര്യർ ഇപ്പുറത്ത്. മഞ്ജു വാര്യരെ സംബന്ധിച്ചുള്ള ഇതൊന്നും നോക്കാനുള്ള സമയമില്ല. മഞ്ജു വാര്യർ ഈ പറഞ്ഞ പോലെ തള്ളിക്കളഞ്ഞ കേസ് കേട്ടായിരിക്കും ഇതെന്തോ മാനസികമായിട്ട് എന്തോ പ്രശ്നമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പുള്ളി ഇപ്പോഴും വിടത്തില്ല എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. പുള്ളിക്ക് ഇതെന്തോ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു ഇപ്പോഴും ജീവന് ഭീഷണി ഉണ്ടെന്നാണ് പറയുന്നത് മഞ്ജു വാര്യരുടെ. മഞ്ജു വാര്യർക്ക് അങ്ങനെ ഭീഷണി ഉണ്ടെങ്കിൽ എന്തിനാ ഈ പുള്ളിയോടൊക്കെ പറയുന്നത്? നേരെ ഒരു പ്രസ് മീറ്റ് വിളിച്ചാൽ പോരെ? പ്രസ് മീറ്റ് വിളിച്ചിട്ട് അവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവരാരെങ്കിലും എന്തെങ്കിലും ചെയ്യും, എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കഴിഞ്ഞില്ലേ കാര്യങ്ങൾ? പിന്നെ അന്വേഷണവും കാര്യങ്ങളും പോലീസും എല്ലാം സെക്യൂരിറ്റി എല്ലാം കിട്ടുമല്ലോ. അപ്പം മഞ്ജു വാര്യർ ഇങ്ങനെയുള്ള ഒരു പുള്ളിയോട് പറയേണ്ട ആവശ്യമില്ല എന്റെ ജീവൻ ഇത്രയും ഭീഷണി ഉണ്ടെന്നൊന്നും. അവരെ പോലുള്ള ഒരു സെലിബ്രിറ്റിക്ക് ഞാൻ ഈ പറയുന്ന പോലെ ഈ ന്യൂസ് ചാനലുകളെയൊക്കെ വിളിച്ചു വരുത്തി ഒരു പ്രസ് കോൺഫറൻസ് നടത്തി പറയേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അങ്ങനെ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇതൊന്നും അതൊന്നും അല്ല. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. ഇപ്പം കൊണ്ടുപോയാൽ നടത്തിക്കൊണ്ട് പോവാം, പിന്നെ ആണെങ്കിൽ വണ്ടി പിടിക്കേണ്ടി വരും. നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.